ബാക്ക് ടു സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുത ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പാഠപുസ്തകങ്ങളൊക്കെ മാറിയത് കൊണ്ട് തന്നെ എന്താണ് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അടിസ്ഥാന പാഠാവലിയില് 2ാമത്തെ യൂണിറ്റില് വളരെ മനോഹരമായ ഒരു പാഠമുണ്ട്. ഫാത്തിമത്തുരുത്ത്. ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, നല്ല അതിമനോഹരമായ കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ ഒരു കവിത പഠിക്കാനുണ്ട് നമുക്ക്. ആ കവിത കേൾക്കുമ്പോ തന്നെ, ആ കവിത ഒന്ന് വായിച്ചു നോക്കുമ്പോ തന്നെ ഒരു മായാലോകത്തേക്ക് പോകുന്ന ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയ്ക്കുള്ള ഒരു അവസ്ഥ. അപ്പൊ കുരീപ്പുഴ ശ്രീകുമാറിന്റെ വളരെ മനോഹരമായ ഒരു കവിതയാണ് ഫാത്തിമത്തുരുത്ത്. ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഈ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ആസ്വാദന കുറിപ്പിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തും അല്ലെ. അപ്പൊ ഈ കവിതയെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടും. ഈ കവിതയിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ടീച്ചറെ കവിതയിലെ ആസ്വാദന കുറിപ്പിലോട്ട് പോകാം. കുരീപ്പുഴ ശ്രീകുമാറാണ് എഴുതിയിരിക്കുന്നത്. കവിതയുടെ പേര് ഫാത്തിമത്തുരുത്ത്. ഇതാ ആദ്യം നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ്, ഒരുപാട് തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം കവിത ഏതാണ്, കവിയുടെ പേരെന്താണ് എന്നൊക്കെ നമ്മൾ എഴുതണം അല്ലേ. അപ്പൊ ഇതാ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിന്റെ വളരെ മനോഹരമായ ഒരു കവിതയാണ് ഫാത്തിമത്തുരുത്ത്. തന്റെ കവിതകളിൽ ഓരോന്നിലും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കവിയാണ് ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ. കവിയെ പറ്റി ചെറിയൊരു കാര്യം ഒന്ന് എഴുതി. ഫാത്തിമത്തുരുത്ത് എന്ന കവിതയും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന കവിതയാണ്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി കവിതയിലേക്ക് പോകാം. കവിതയുടെ ആശയമാണ് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ എഴുതുന്നത്. നോക്കാട്ടോ. തിരക്കും ബഹളവുമുള്ള നഗരത്തിൽ നിന്നുകൊണ്ട് കവി ഫാത്തിമത്തുരുത്ത് കിനാവ് കാണുകയാണ്, സ്വപ്നം കാണുകയാണ്. കറയില്ലാത്ത ജീവിതങ്ങളുള്ള ഫാത്തിമത്തുരുത്തിൽ പോകണമെന്നും രാത്രി വഞ്ചിയിൽ നിലാവ് കാണാനും കവി ആഗ്രഹിക്കുന്നു. ഒറ്റപ്പെട്ട തുരുത്തായതുകൊണ്ട് അവിടെ നിന്ന് കാണുന്ന വിശാലമായ ആകാശത്തിനും നിലാവിനും ഭംഗി കൂടുതലായിരിക്കും. അതേപോലെ നഗരത്തിൽ കാണാൻ കഴിയാത്ത വൈവിധ്യമാർന്ന നാട്ടുപൂക്കളുടെയും സസ്യങ്ങളുടെയും ഇടമാണ് തുരുത്ത്. അവിടെയുള്ള പൂക്കളോട് പൂക്കളെ കുറിച്ച് ചോദിക്കണമെന്നും കവി പറയുന്നു. രാക്കിളിക്ക് കൂട്ടായി നിന്ന് പാട്ടുപാടണമെന്ന് കൊതിക്കുന്ന കവി കായലിൽ കിനാവ് കണ്ട് നടക്കുന്ന കൊപ്ലിമീനിനെ, ചെറിയ പരൽമീനിനെ കാണാനും പൂനിലാവിന്റെ വല വിരിച്ച് അതിനെ ഇണക്കിയെടുക്കണമെന്നും, ഇണക്കിയെടുക്കുക എന്ന് പറഞ്ഞാല് അതിനെ തന്നോട് കൂട്ടുകൂടുന്ന തരത്തിൽ എന്നാണ് ഇണക്കിയെടുക്കുക എന്ന് പറയുന്നത് അല്ലെ. കവി ആഗ്രഹിക്കുന്നു. ഇവിടെ മീൻ പിടിക്കണം എന്നത് തന്നെയാണ് ശരിക്കും. ഈ മനോഹരമായ കാഴ്ചകൾ തുരുത്തിന്റെ പ്രത്യേകതകളാകുമ്പോഴും തുരുത്തിലെ ചില നോവുകളിലേക്കും കവിത വിരൽ ചൂണ്ടുന്നു. ആ തുരുത്തിലുള്ള പ്രത്യേകതകളൊക്കെ കവി പറഞ്ഞു വച്ചു. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? രാത്രി വഞ്ചിയിലിരുന്നു കൊണ്ട് നിലാവ് കാണണം എന്ന് പറയുന്നുണ്ട് അല്ലെ. നിരവധി സസ്യങ്ങളുള്ള ആ തുരുത്തിലെ പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടെന്നും പൂക്കളോട് മറ്റു പൂക്കളെ പറ്റി തിരക്കണമെന്നും രാക്കിളിക്ക് അല്ലെ, രാക്കിളി എന്ന് പറയുന്ന പാട്ട് പാടുന്ന ഒരു കിളി അല്ലെ, അതിന് കൂട്ടുപാട്ട്, അത് പാട്ട് പാടുമ്പോൾ അതിന്റെ കൂടെ പാട്ട് പാടണമെന്നും കവി ആഗ്രഹിക്കുകയാണ്. അതുപോലെ കായലിൽ ഇങ്ങനെ കിനാവ് കണ്ടു പോകുന്ന കൊപ്ലി മീനുണ്ട്. അപ്പൊ ആ കൊപ്ലി മീനിന് പായൽ മാലയിട്ട കൊപ്ലി മീൻ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് പായലില്ലേ, കായലിലും വെള്ളത്തിനെല്ലാം ഉണ്ടാവുന്ന പായൽ, ആ പായലിന്റെ അടിയിലൂടെയാണ് കൊപ്ലി മീൻ പോകുന്നത്. അപ്പൊ അതിന്റെ മുകളില് പായൽ ഉണ്ടാവും. അപ്പൊ പായലിന്റെ മാല ഇട്ടതാണ് ഈ മീൻ എന്ന് നമുക്ക് തോന്നും. അതാണ് പറയുന്നത് പായൽമാല ഇട്ട കൊപ്ലി മീനിനെ എന്നാണ് പറയുന്നത്. അതിന് എന്ത് ചെയ്യണമെന്ന് പറയുന്നു? നിലാവിന്റെ വല വിരിച്ച് അതിനെ ഇണക്കിയെടുക്കണമെന്ന് കവി ആഗ്രഹിക്കുകയാണ്. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ തുരുത്തിലുണ്ട്. ഒപ്പം ചില നോവുകളും അവിടെ ഉണ്ടെന്ന് കവി പറയുന്നു. അതും നമ്മൾ എഴുതണം. രോഗബാധിതർ കിടന്നലറുന്ന കൂരകളുണ്ടെന്നും അവർക്ക് സ്നേഹമാകുന്ന ഔഷധം നൽകണമെന്നും
അവർക്ക് ആശ്വാസമാകണമെന്നും കവി ആഗ്രഹിക്കുന്നുണ്ട്. കവിയുടെ ആ ഒരു നന്മയാണ് കാണുന്നത് അല്ലെ. അവിടെ കൂരകളില് രോഗം കൊണ്ട് അലറി കരയുന്ന ആളുകൾക്ക് എന്താവണം? ആശ്വാസമാകണം. അവർക്ക് ഔഷധം നൽകണം, ജീവിതൌഷധം അല്ലെ, സ്നേഹമാകുന്ന ജീവിതൌഷധം നൽകണം എന്നാണ് പറയുന്നത്. അതിനെ ഞാൻ ഒറ്റ വാക്കിൽ സ്നേഹൌഷധം, സ്നേഹമാകുന്ന ഔഷധം എന്നാക്കിയതാണ് കേട്ടോ. പിന്നെ തുരുത്തിലെ പൂച്ചകളെ പറ്റി, അനാഥരായ നായകളെ പറ്റി, അവിടുത്തെ കാലാവസ്ഥ പറ്റിയൊക്കെ കവിതയിൽ വിശദമായി പറയുന്നുണ്ട്. അവിടുത്തെ വേനലിനെ പറ്റി പറയുന്നുണ്ട്. കയ്യോന്നികൾ പാനശീലം പോലും വേണ്ടെന്ന് വയ്ക്കുന്നു എന്ന് പറയുമ്പോഴും, കാട്ടുമുല്ല വേരുണങ്ങി വീഴുന്നു എന്ന് പറയുമ്പോഴും തുരുത്തിലെ കഠിനമായ വേനൽ ചൂടിനെ എടുത്തു കാണിക്കുന്നു. അങ്ങനെയെല്ലാം ചേർന്ന ഒരു ഭാവനാ തുരുത്താണ് ഫാത്തിമ തുരുത്ത് എന്ന് കവി പറയുന്നു. വളരെ മനോഹരമായ പ്രയോഗങ്ങളാണ് ഈ കവിതയെ കൂടുതൽ ഭംഗിയാക്കുന്നത്. വളരെ മനോഹരമായ പ്രയോഗങ്ങളാണ് ഈ കവിതയെ കൂടുതൽ ഭംഗിയാക്കുന്നത്. പായലിനടിയിലൂടെ അല്ലെ, പായലിനടിയിലൂടെയാണ്, പായലിനടിയിലൂടെ ഓടിപ്പോകുന്ന കൊപ്ലിമീനിനെ പായൽ മാലയിട്ട കൊപ്ലിമീൻ എന്ന് പറയുമ്പോൾ വായനയ്ക്ക് എന്തൊരു സൗന്ദര്യമാണ്. ഇത് പ്രയോഗ ഭംഗിയാണ് കേട്ടോ, പ്രയോഗ ഭംഗി. കൊപ്ലിമീനിനെ പായൽ മാലയിട്ട കൊപ്ലിമീൻ എന്ന് പറയുമ്പോൾ വായനയ്ക്ക് എന്തൊരു സൗന്ദര്യമാണ് എന്ന് ടീച്ചർ അത് കൂട്ടിച്ചേർത്തതാണ്. അപ്പോ ശബ്ദഭംഗിയും താളഭംഗിയും ചേർന്ന് വരുമ്പോൾ ഫാത്തിമ തുരുത്ത് വായനക്കാർക്ക് ആസ്വാദ്യകരമാകുന്നു. ശബ്ദഭംഗി എന്ന് പറയുമ്പോൾ വാക്കുകൾ ആവർത്തിച്ചു വരുന്നത്, വാക്കുകളും അക്ഷരങ്ങളൊക്കെ കേട്ടോ. ചില അക്ഷരങ്ങളൊക്കെ ആദ്യത്തെ വരിയിലും രണ്ടാമത്തെ വരിയിലും കാണും. അതിനാണ് നമ്മൾ ശബ്ദഭംഗി എന്ന് പറയുന്നത്. മനോഹരമായി ചൊല്ലാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു താളമുണ്ട്, താളഭംഗിയുണ്ട് അല്ലെ. അപ്പൊ രണ്ടും, ശബ്ദഭംഗിയും താളഭംഗിയും ചേർന്ന് വരുമ്പോൾ ഫാത്തിമ തുരുത്ത് വായനക്കാർക്ക് ആസ്വാദ്യകരമാകുന്നു അല്ലെ. പിന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വരി, ഇഷ്ടവരിയും കാരണവും, അത് നമുക്ക് എഴുതാം. ഇഷ്ടവരി, കാരണം. എന്താ നമ്മളത് എഴുതാ? രോഗബാധിതർക്കിറന്നലറുമാ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം എന്ന വരികളാണ് എനിക്ക് ഏറെ ഇഷ്ടമായത്. എന്തുകൊണ്ടാണ്? രോഗം ബാധിച്ച് ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങാകണമെന്നും അവർക്ക് സ്നേഹമാകുന്ന ഔഷധം നൽകണമെന്നും പറയുന്ന ഈ വരികളിൽ എന്തുണ്ട്? മനുഷ്യത്വം മരിക്കുന്ന ഈ കാലത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവുന്നു. ചിലരുടെ മനുഷ്യത്വം എന്ന് പറഞ്ഞാല് മറ്റു മനുഷ്യന്മാരോടുള്ള ദയയും അല്ലെ, സഹാനുഭൂതിയും അതെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ആ കാലത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ വരികൾ. അപ്പോ ഇത് നമ്മൾ എഴുതി നിർത്തിയാല് നമ്മൾ ആസ്വാദനക്കുറിപ്പ് മുഴുവനായി. ഈ കവിതയിലൂടെ, ഈ ആസ്വാദനക്കുറിപ്പിലൂടെ ഈ കവിതയെ കുറിച്ചും ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ടീച്ചർക്ക് തോന്നുന്നത്. അപ്പൊ ഫാത്തിമ തുരുത്ത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് ഇനിയുള്ള ലൈവ് ക്ലാസ്സിൽ ടീച്ചർ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയാണ് ആസ്വാദനക്കുറിപ്പ്. സ്നേഹത്തോടെ ശ്രുതി ടീച്ചർ ഇപ്പൊ പോവുകയാണ്, പക്ഷെ ലൈവ് ക്ലാസ്സിൽ ടീച്ചർ വരും. അതിനു മുൻപ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിനെ പറ്റി ടീച്ചർക്ക് പറയാതിരിക്കാൻ വയ്യ. അവഞ്ചേഴ്സ് ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യണം. ഒരു വർഷത്തേക്ക് വളരെ കുറഞ്ഞ ഒരു ഫീ മാത്രമാണ് നമ്മള് ഇതിന് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോ USS ഒക്കെ വരുന്നതാണ്, പാഠപുസ്തകം മാറിയതാണ്. ആ സമയത്ത് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, നമ്മള് കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഇല്ലെങ്കിൽ നമുക്ക് പഠനം മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. നമ്മുടെ ഈ ഒരു അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിലേക്ക് ഇപ്പൊ തന്നെ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.